വെൽക്കം. ജോസഫ് നിഗ്യാൻ്റെ പുസ്തകം ഒന്ന് പരിചയപ്പെടാം. ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്. ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നാം ചിന്തിക്കുന്നതെല്ലാം വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ദിവസം ഏകദേശം 70,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം എത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 70,000 ചിന്തകളിൽ എത്ര എണ്ണമായിരിക്കും ശരിയായിട്ടുള്ളത്, എത്ര എണ്ണമായിരിക്കും നല്ലതായിട്ടുള്ളത്, എത്ര എണ്ണമായിരിക്കും ചീത്തയായിട്ടുള്ളത്? തോട്ട് എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല. എല്ലാവർക്കും ഏകദേശം 70,000 ചിന്തകളുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. പക്ഷേ തോട്ട് എന്നുള്ളത് നൗണാണ്. പക്ഷേ തോട്ടിൻ്റെ ഒരു വേർബുണ്ട്, തിങ്കിങ്. ഇതാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ തിങ്കിങ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആയിക്കഴിഞ്ഞാൽ അത് വലിയ ദോഷം ചെയ്യുമെന്നുള്ളതാണ് ജോസഫ് നിഗ്യാൻ പറയുന്നത്. തിങ്കിങ് കൂടുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. അത് നമ്മെ സഫറിങ്ങിലേക്ക് നയിക്കുന്നു. ഒത്തിരി ചിന്തിക്കുമ്പോൾ ഒത്തിരി എനർജി കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിന് ഇമോഷണൽ ഡയറി എന്നെല്ലാം പറയും. കുറേ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണമുണ്ടാകില്ലേ? അതുപോലെ ഒത്തിരി ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ശരീരം തളരുകയും സ്ട്രെസ്ഫുള്ളാക്കുകയും സഫറിങ്ങിലേക്കും പെയിനിലേക്കും പോകാൻ സാധ്യത കൂടുതലാണ്. പെയിൻ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സഫറിങ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഫിസിക്കൽ പെയിൻ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ സാധിക്കും. എന്നാൽ ഇമോഷണൽ പെയിൻ അത് സഫറിങ്ങിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ തിങ്കിങ് എന്നുള്ളത് ഓവർ തിങ്കിങ് ആയിക്കഴിഞ്ഞാൽ അത് വലിയൊരു സഫറിങ്ങിലേക്കും വലിയൊരു അപകടത്തിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോസഫ് നിഗ്യാൻ പറയുന്നത് മെൻ്റൽ ഫ്രീഡം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മെൻ്റൽ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്. ഇപ്പോൾ നാം സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ കാണുന്നുണ്ട്, ന്യൂസ് പേപ്പറിലെല്ലാം കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചിത്രങ്ങൾ കണ്ട് അവരെത്രയോ നല്ലവരായി ജീവിക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നത് കണ്ട് നാം വിഷമിച്ചു പോകാറുണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ പേപ്പർ വായിക്കുമ്പോൾ ഒത്തിരി നെഗറ്റീവായുള്ള വാർത്തകൾ കണ്ട് ലോകത്തിൽ മൊത്തം കടമാണ്, ലോകത്തിൽ മൊത്തം ദാരിദ്ര്യമാണ്, ലോകത്തിൽ മൊത്തം അഴിമതിയാണ്, കറപ്ഷനാണ്, പട്ടിണിയാണ്, ബലാത്സംഗമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഈ തോട്ടുകളെല്ലാം നമ്മൾ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ പല രീതിയിൽ നമ്മെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെൻ്റൽ ഫ്രീഡം ആവശ്യമാണെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. ഡോണ്ട് ബിലീവ്, ഈ ചിന്തിക്കുന്നതെല്ലാം വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. തോട്ട് കുഴപ്പമല്ല, പക്ഷേ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതിനെയാണ് മെൻ്റൽ ഫ്രീഡം എന്ന് പറയുന്നത്. 3-4 കാര്യങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങളോട് പറയാം. എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തോട്ട് വന്നാൽ ആ തോട്ടിനെ ബ്ലോക്ക് ചെയ്യാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്ട്രെസ്സാകുകയും എക്സോസ്റ്റ് ആകുകയും ഇമോഷണലി ഔട്ട്ബേസ്റ്റ് ആകുകയും എല്ലാം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലാക്കിയിരിക്കുക, ഈ പ്രോബ്ലത്തിന് സൊല്യൂഷനുണ്ട്. രണ്ടാമത്, ക്വസ്റ്റ്യൻ യുവർ ബിലീഫ്സ്. ക്വസ്റ്റ്യൻ യുവേഴ്സ്. ഒരു തോട്ട് വന്നു കഴിയുമ്പോൾ നാം തീർച്ചയായിട്ടും ആ തോട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ ചിന്തകളെയും നാം അതേപോലെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ജോസഫ് നിഗ്യാൻ പറയുന്നത്. അതിന് അടിസ്ഥാനം വേറൊരു കാര്യമുണ്ട്. 4ാമത്തെ പറയുന്നത് അത് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസസ് ഓഫ് യുവർ തോട്ട്സ്. ഈ പല ചിന്തകളും ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും അച്ഛനും അമ്മയും സൊസൈറ്റിയും എല്ലാം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഉത്തരങ്ങളുണ്ടാകും. ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരമല്ല, നാം മുതിർന്നവരായി കഴിയുമ്പോൾ ആ ചോദ്യത്തിനുണ്ടാകുന്ന ഉത്തരം. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് ഫോം ചെയ്തിരിക്കുന്നത് ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആകുന്നത്, അതല്ലെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാകുന്നത്? ആ റൂട്ട് മനസ്സിലാക്കുവാൻ തീർച്ചയായും നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പുസ്തകത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ തിങ്കിങ്ങിലൂടെ നമ്മളുണ്ടാകുന്ന റിയാക്ഷൻസ്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യം വരും. അതേ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇമോഷൻസാണ് നമ്മെ സഫറിങ്ങിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ റിയാക്ഷൻസ് തീർച്ചയായും ഈ തോട്ട്സിനോടുള്ള നമ്മുടെ റിയാക്ഷൻസ്, തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന റിയാക്ഷൻ, ആംഗ്രി ആകാം, ഫ്രസ്ട്രേഷൻ ആകാം, ഡിപ്രഷൻ ആകാം, ഓവറായിട്ടുള്ള ഹാപ്പിനെസ് ആകാം, എക്സ്റ്റാസി ആകാം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം തോട്ടിനെയും തിങ്കിങ്ങായി മാറ്റാതിരിക്കുക, തോട്ടിനെ തോട്ടായി നിലനിർത്തുക. തോട്ട് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല. 70,000 ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ എല്ലാം എടുത്ത് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നാം സ്ട്രെസ്ഫുള്ളാകുകയും എക്സോസ്റ്റ് ആകുകയും ബേൺഔട്ട് ആകുകയും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാകുകയും ഇമോഷണൽ സഫറിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ തോട്ടിനെ തിങ്കിങ്ങായി മാറ്റാതെ തോട്ടിനെ തോട്ടായി നിലനിർത്തിക്കൊണ്ട് ആവശ്യമുള്ളതിനെ മാത്രം ചിന്തിക്കുവാൻ,
ഓവറായി പോസിറ്റീവും നെഗറ്റീവും ചിന്തിക്കാതിരിക്കാൻ നമുക്ക് തീർച്ചയായും ശ്രമിക്കാം. അതിന് ഈ പുസ്തകത്തിലെ ചില പാഠങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.